ഇതാ നല്ല മഴയുള്ളൊരു ദിവസമാണ്. ഇന്നത്തെ ഈ ഒരു വെതറിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയത് ഇന്നത്തെ വീഡിയോ. ഇന്ന് നല്ല മഴയായതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളുകൾക്കെല്ലാം അവധിയാണ്. അപ്പോൾ ഈ വെതറിൽ ഈ ഒരു നല്ലൊരു മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒരു കിടില റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഭയങ്കര ഈസി പീസി ആയിട്ടുള്ള ഒരു പാസ്തൻ്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കിടലൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സവാള, ചെറിയൊരു സവാള ഞാൻ ഇതേപോലെ കൊത്തി നുറുക്കിയിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ നന്നായിട്ട് തന്നെ ഇതേപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടിയും ആഡ് ചെയ്ത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിൻ്റെ കൂടെ ബട്ടറും കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ബട്ടർ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടൈമിൽ കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതേപോലെ നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് പാപ്രിക്ക പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. ഇനി കുറച്ച് ഗാർലിക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗാർലിക് ക്രഷ് ചെയ്തതും ചേർത്താൽ മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നേരെ ഫ്ലെയിമിലോട്ട് വെക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ല ഫ്ലേവർ ഉള്ളൊരു മസാല മിക്സ് ആണ് ഇത്. അതുകൊണ്ട് ചിക്കൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബ്രസ്റ്റ് പീസ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുക്കാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈമിൽ നമ്മൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചിക്കന് നമ്മൾ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഇതെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് നല്ലോണം തന്നെ ഒന്ന് കുറുകി വരണം. നമ്മൾ ഇട്ട ചിക്കനും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതെല്ലാം ഒന്ന് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഒറിഗാനോ കുറച്ച് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഒറിഗാനോ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കൂടുതൽ പാപ്രിക്ക പൗഡർ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ പാപ്രിക്ക പൗഡർ, ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസ് ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ചീസ് കൂടി ആഡ് ചെയ്ത് നല്ലോണം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈസി പീസി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വെതറിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ട് പെട്ടെന്ന് ഒരു ക്രേവിങ്സ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മൾ പാസ്ത കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി പീസി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നമുക്ക് കുട്ടികൾക്കെല്ലാം ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയും കൂടിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പീസാണ് നോക്കുന്നതെങ്കിൽ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോ, എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പീസും വ്ലോഗ്സ് എല്ലായിട്ട് വീണ്ടും കാണുന്നവരെയും ബായ്, അസ്സലാമു അലൈക്കും.